പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാം. നെഹെമ്യായുടെ പുസ്തകം 5-ാം അധ്യായം 8-ാം വാക്യം. ശത്രുക്കളുടെ പരിഹാസത്തിന് ഇരയാകാതിരിക്കുവാൻ നിങ്ങൾ നമ്മുടെ ദൈവത്തോടുള്ള ഭക്തിയിൽ ചരിക്കേണ്ടതല്ലേ? ശത്രുജനതകളുടെ പരിഹാസത്തിന് ഇരയാകാതിരിക്കുവാൻ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോടുള്ള ഭക്തിയിൽ ചരിക്കേണ്ടതല്ലേ? ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ശത്രു അലറുന്ന സിംഹത്തെ പോലെ നമ്മെ തകർക്കുവാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധിയിലും നന്മയിലും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ജീവിതങ്ങളെ തിന്മയുടെ ശക്തികൾ തകർക്കാനായിട്ട് എപ്പോഴും കരുതിക്കൂട്ടി നിൽക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മുടെ വിശ്വാസ ജീവിതം നമ്മൾ നയിക്കുന്നത്. ആ വിശ്വാസ ജീവിതത്തിൽ പരാജയപ്പെടാതിരിക്കണമെങ്കിൽ ദൈവഭക്തിയിൽ നമ്മൾ ചരിക്കണമെന്നാണ് വചനം ഓർമ്മപ്പെടുത്തുന്നത്. ശത്രുജനതകളുടെ പരിഹാസത്തിന് നമ്മൾ ഇരയാകാതിരിക്കണമെങ്കിൽ നമ്മൾ ദൈവഭക്തിയിൽ, ദൈവത്തോടുള്ള ഭക്തിയിൽ ചരിച്ചേ മതിയാവൂ. സങ്കീർത്തനം 19-ാം സങ്കീർത്തനം 9-ാം വാക്യം ഇപ്രകാരമാണ്: ദൈവഭക്തി നിർമ്മലമാണ്, അതെന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ വിധികൾ സത്യമാണ്, അവ തികച്ചും നീതിപൂർണകമാണ്. കാരണം ദൈവഭക്തിയിൽ നിലനിൽക്കുന്ന വ്യക്തി അത് അവസാനം വരെ അവൻ്റെ ജീവിതത്തിന് ബലമുണ്ടാകും. ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെ അതിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഫലങ്ങളുണ്ടാകും. ആറ്റുതീരത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ എപ്പോഴും ഇലകളും കായ്കളുമുള്ള ഒരു വൃക്ഷമായി നിൻ്റെ ജീവിതം ഈ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ ദൈവഭക്തിയിൽ നിലനിന്നേ മതിയാവുകയുള്ളൂ. ദൈവഭക്തിയിൽ നിന്ന് അകലുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ തകർച്ചകൾ ഏറി വരും. സാധാരണ ജീവിതത്തിൽ തന്നെ അനുഗ്രഹം നമ്മൾ അനുഭവിക്കണമെങ്കിൽ ദൈവഭക്തി കൂടിയേ കഴിയൂ. ദൈവഭക്തി ഇല്ലാത്ത ഒരു ജീവിതം തകർന്ന ജീവിതമാണ്, പരാജയത്തിൻ്റെ ജീവിതമാണ്. ഇന്ന് ലോകത്തിലുള്ള ഏത് മനുഷ്യൻ്റെ ജീവിതം എടുത്തു നോക്കിയാലും നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. ദൈവഭക്തിയില്ലാതെ ജീവിച്ച ജീവിതങ്ങൾ അവസാനം നിരാശയ്ക്കും പരാജയത്തിനും അടിമപ്പെട്ടിട്ടുണ്ടെന്ന് കാണാനായിട്ട് സാധിക്കും. അവരുടെ ജീവിതത്തിൽ ആരോഗ്യത്തിൻ്റെ നിമിഷങ്ങളിൽ, നന്മയുടെ നിമിഷങ്ങളിലൊക്കെ ഒത്തിരിയേറെ നേടിയിട്ടുണ്ടാകും. പക്ഷേ ജീവിതത്തിൻ്റെ അന്ത്യ സമയങ്ങളിൽ, സായംകാലങ്ങളിൽ അവരുടെ ജീവിതം നിരാശയ്ക്ക് അടിമപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ജീവിതത്തിൻ്റെ നല്ല നാളുകളിൽ ദൈവഭക്തിയിൽ നിന്ന് അകന്ന് ജീവിച്ചത് മൂലം നിരാശയ്ക്ക് അടിമപ്പെടുന്ന ജീവിതങ്ങൾ. സുഭാഷിതങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 7: ദൈവഭക്തിയാണ് അറിവിൻ്റെ ഉറവിടം. ഭോഷന്മാർ ജ്ഞാനത്തെയും പ്രബോധനങ്ങളെയും പുച്ഛിക്കുന്നു. നീ അറിവിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? ഈ ലോകത്തിൽ നീ അറിവിൽ വളർന്ന് നല്ലൊരു വിദ്യാഭ്യാസ തലത്തിൽ ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ഒന്നാമത് ചെയ്യേണ്ടത് ദൈവഭക്തിയിൽ വളരാൻ ആഗ്രഹിക്കുക. ദൈവഭക്തിയിൽ വളരുവാൻ ആഗ്രഹിക്കുക. ദൈവത്തെ ആരാധിച്ച് ജീവിക്കുക. പള്ളിയോട് ചേർന്ന്, വിശുദ്ധ കുർബാനയോട് ചേർന്ന്, വചനത്തോട് ചേർന്ന് ദൈവഭക്തിയിൽ ജീവിച്ചാൽ നിനക്ക് ജ്ഞാനം ലഭിക്കും. കാരണം എല്ലാ ജ്ഞാനവും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. സുഭാഷിതങ്ങൾ 9:10 പറയാം: ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. ദൈവത്തെ അറിയാനായിട്ട് ആദ്യം ശ്രമിക്കുക. എല്ലാ അറിവുകളും ആരംഭിക്കുന്നത് തന്നെ ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ സകല അറിവുകളും നമുക്ക് ലഭിക്കും. ദൈവത്തിൽ നിന്ന് അകലുന്നതനുസരിച്ച് ഈ ലോകത്തിലെ അറിവ് പോലും നമ്മളെ പരാജയത്തിൽ കൊണ്ടെത്തിക്കും. സുഭാഷിതങ്ങൾ 8:13: ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്, അഹംഭാവം, ഗർവവും, ദുർമാർഗവും, ദുർവചനവും എന്നിവ ഞങ്ങൾ വെറുക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ തിന്മയെ വെറുക്കണമെങ്കിൽ കൂടി ദൈവഭക്തി വേണം. ദൈവഭക്തിയുള്ള വ്യക്തി എപ്പോഴും തിന്മയെ വെറുത്തുകൊണ്ടിരിക്കും. ദൈവഭക്തി ഇല്ലാത്ത വ്യക്തിയാണ് പല തിന്മകളിൽ ചെന്ന് വീഴുന്നത്. എല്ലാറ്റിനെയും കളിയാക്കുകയും ദൈവഭക്തിയെ കളിയാക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ പലതരത്തിലുള്ള മ്ലേച്ഛ പാപങ്ങളിൽ ചെന്ന് വീഴാനായിട്ട് ഇടയായിട്ടുണ്ട്. ദൈവഭക്തിയെ ഒരു പുച്ഛിക്കുന്ന മനോഭാവം, ദൈവഭക്തിയിൽ കടന്നു പോകുന്നവരെ നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ജീവിതങ്ങൾ യഥാർത്ഥത്തിൽ വലിയ വലിയ മാരകമായ പാവങ്ങളിൽ അടിമപ്പെട്ടതായി കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവഭക്തിയെ പുച്ഛിക്കുവാൻ പാടില്ല, ദൈവഭക്തിയിൽ കളിയാക്കാനായിട്ട് പാടില്ല. ദൈവഭക്തിയിൽ ആരെങ്കിലുമൊക്കെ നിലനിൽക്കുമ്പോൾ അവരെ കളിയാക്കി പുച്ഛിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ
പിശാച് കയറി തകർത്ത് കളയും. കാരണം അവനെപ്പോഴും ദൈവഭക്തിക്കെതിരെ മറുതലിക്കുന്നവനാണ്. സാത്താൻ്റെ ഒരു പ്രവൃത്തിയാണ് ദൈവഭക്തിയെ തകർക്കുവാനും ആ ഭക്തിയിൽ നിന്ന് മനുഷ്യരെ അകറ്റുവാനും സാത്താൻ തന്ത്രപൂർവ്വം ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവഭക്തി ആയുസ് വർദ്ധിപ്പിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 27. ദൈവഭക്തി ആയുസ് വർദ്ധിപ്പിക്കും. ഈ ഭൂമിയിൽ തീരുന്ന ആയുസ്സല്ല, നിത്യതയിലേക്കുള്ള ഒരു ആയുസ്സിലേക്ക് ദൈവഭക്തി നിന്നെ കൊണ്ടെത്തിക്കും. നിത്യതയിലേക്ക് നിൻ്റെ ജീവിതം എത്തിക്കുന്നത് ദൈവഭക്തിയാണെന്ന് തിരിച്ചറിയണം. സുഭാഷിതങ്ങൾ 14-ാം അധ്യായം 26 മുതൽ 26-27 വാക്യങ്ങൾ. ദൈവഭക്തിയാണ് ബലിഷ്ഠമായ ആശ്രയം, സന്താനങ്ങൾക്ക് അത് അഭയസ്ഥാനമായിരിക്കുകയും ചെയ്യും. ദൈവഭക്തി ജീവൻ്റെ ഉറവിടമാണ്, മരണത്തിൻ്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ അത് സഹായിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു ചെറുപ്പക്കാരൻ ഭക്തിയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ജപമാലയൊക്കെ ചൊല്ലുന്ന ചെറുപ്പക്കാരനാണ്. അപ്പോൾ അവന് വല്ലാത്ത വിഷമം, അവൻ്റെ കൂടെയുള്ള കൂട്ടൊക്കെ കുറയാനായിട്ട് തുടങ്ങി, കൂട്ടുകാരൊക്കെ അവനെ കളിയാക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എല്ലാ ദിവസവും അവൻ ആദ്യം പള്ളിയിൽ പോകും, ട്യൂഷൻ പോലും അവൻ മാറ്റിവെക്കും. ഈ അതനുസരിച്ച് ഇവൻ്റെ ജീവിതത്തിൽ വലിയ ദൈവിക ജ്ഞാനവും പരീക്ഷകളിലൊക്കെ നല്ല വിജയവും ലഭിച്ചു. അപ്പോൾ മറ്റു കൂട്ടുകാർക്കൊക്കെ വല്ലാത്ത വെറുപ്പായി, ദേഷ്യമായി. അപ്പോൾ അവരൊക്കെ ഇവനെ കളിയാക്കാൻ തുടങ്ങി. പള്ളിയിൽ പോകുന്നവൻ, അല്ലെങ്കിൽ ഒരു ഗുണത്തിനും കൊള്ളില്ല, കളിക്കാനൊന്നും വരില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ സാധാരണ ചെറുപ്പക്കാർ, മറ്റുള്ള ചെറുപ്പക്കാർ ഈ കളിയാക്കുവാനും അല്ലെങ്കിൽ തെറ്റായ കൂട്ടുകെട്ടിനും അല്ലെങ്കിൽ സമയം നശിപ്പിച്ച് കളയാനായിട്ട് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാതെ വെറുതെ സമയം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും ഇതിനൊക്കെ അടിമപ്പെട്ട കുട്ടികളൊക്കെ ഇവനെ കളിയാക്കാനായിട്ട് തുടങ്ങി. പക്ഷേ ഇവന് മൊബൈൽ ഫോണിൻ്റെ അങ്ങനെയുള്ള ഇതൊന്നുമില്ല, വലിയ മൊബൈൽ ഫോൺ ഉപയോഗമൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ ഇവനെ കളിയാക്കാൻ തുടങ്ങി. പള്ളിയിൽ വരാനായിട്ടുള്ള ആ ഒരു താല്പര്യം അവന് ഈ വിഷമം ഇങ്ങനെ അറിയാതെ വന്നു. അപ്പോൾ അവൻ ഇങ്ങനെ ഒരു കൗൺസിലിങ്ങിന് വന്നപ്പോൾ അവന് പറയാനായിട്ടുള്ളതാണ്, ഞാൻ ഭക്തിയിൽ വളരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പള്ളിയിൽ പോകാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള പ്രലോഭനം, ഇങ്ങനെയുള്ള കളിയാക്കലുകൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തരുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ആ മകനോട് പറഞ്ഞു, ഇത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്. കാരണം നിന്നെ തകർക്കാൻ ശ്രമിക്കുന്നവരാ. ഇന്ന് നിന്നെ നോക്കി കളിയാക്കുന്നവർ, കുറ്റപ്പെടുത്തുന്നവർ യഥാർത്ഥത്തിൽ അവരുടെ മുമ്പിൽ ദൈവം നിന്നെ ഉയർത്തും, നീ ദൈവഭക്തിയിൽ നിലനിന്നാൽ. അവരുടെ കളിയാക്കലുകൾ കൊണ്ട് നീ ദൈവഭക്തിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവരെ പോലെ നാളെ ഒരു സമയത്ത് നിൻ്റെ ജീവിതം തകരാനായിട്ട് കാരണമാകും. അതുകൊണ്ട് നീ ദൈവഭക്തിയിൽ നിലനിന്നുകൊണ്ട് അവരെ നേടാൻ ശ്രമിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നീ അവരെ വെറുക്കേണ്ട ആവശ്യമില്ല. പ്രിയമുള്ളവർ, ഈ ചെറുപ്പക്കാരൻ അതനുസരിച്ച് അവൻ്റെ കൂടെയുള്ള എല്ലാവർക്കും വേണ്ടി, അവനെ കളിയാക്കുന്നവർക്ക് വേണ്ടി അവൻ കൂടുതൽ സഹനമേറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓരോ ദിവസവും അവൻ ഓരോ പേര് വെച്ച്, അവൻ്റെ കൂട്ടുകാരുടെ പേര് വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കരങ്ങൾ വിരിച്ച് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴും അവൻ പഠനമില്ലാത്ത ഈ സ്കൂൾ അവധിക്കാലങ്ങളിൽ, കോളേജ് അവധിക്കാലങ്ങളിലൊക്കെ അവൻ ഇങ്ങനെ മുട്ടിന്മേൽ നിന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്ഭുതകരമായ രീതിയിൽ അവൻ്റെ കൂട്ടുകാരെ നേടിയെടുക്കാൻ പറ്റി, വിശുദ്ധിയുള്ള കൂട്ടുകാരാക്കി അവന് മാറ്റാൻ പറ്റി. അവൻ്റെ സൗഹൃദങ്ങൾ പ്രാർത്ഥനയുടെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ നല്ല സൗഹൃദങ്ങളായിട്ട് മാറാൻ തുടങ്ങി. അതേ പ്രിയമുള്ളവരെ, ദൈവഭക്തിയിൽ നിലനിന്നുകൊണ്ട് നമ്മൾ ദൈവത്തോട് ഐക്യപ്പെട്ട് നിന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് മറ്റുള്ളവരെ നേടാനായിട്ട് പറ്റും. നമുക്ക് നമ്മുടെ ആയുസ്സും ആരോഗ്യവും മരണത്തിൻ്റെ കെണിയിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് അത് സഹായിക്കും. സുഭാഷിതങ്ങൾ 15-16. വലിയ സമ്പത്തും അതോടൊപ്പമുള്ള അനർത്ഥങ്ങളുമായി കഴിയുന്നതിനേക്കാൾ മെച്ചം ദൈവഭക്തിയോടെ അല്പം കൊണ്ട് കഴിയുന്നതാണ്. കാരണം ദൈവഭക്തിക്ക് പോകുമ്പോൾ പലരും ഇന്ന് പറയും, എന്തിനാ പള്ളിയിൽ പോകുന്നത്, വേറെ പണിയൊന്നുമില്ലേ? ആ പള്ളിയിൽ പോകുന്ന സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറേ നേട്ടങ്ങൾ കൊയ്തുകൂടെ? പ്രിയമുള്ളവരെ, പള്ളിയിൽ പോകുന്നത് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ്? പള്ളിയിൽ പോകുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയാണ്, ദൈവഭക്തിയിൽ വളരാൻ വേണ്ടിയാണ്. പള്ളിയിൽ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? പാപത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടിയാണ്, പാപം ഉപേക്ഷിക്കാൻ വേണ്ടിയാണ്. പള്ളിയിൽ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? സ്വർഗരാജ്യം ലക്ഷ്യം വെച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ഇതിനു വേണ്ടിയാണ് നമ്മൾ പള്ളിയിൽ പോകുന്നത്. പക്ഷേ ഭൗതിക മനുഷ്യന്, ലോകത്തിൻ്റെ മനുഷ്യന് മനസ്സിലാവില്ല. അവനെന്താണ് പള്ളിയിൽ പോകുക എന്ന് പറഞ്ഞാൽ കുറേ നേട്ടങ്ങൾ നേടാനായിട്ട്, ഈ ലോകത്തിലെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് പള്ളിയിൽ പോകുന്നതെന്ന് പിശാചിന്ന് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പള്ളിയിൽ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? പലപ്പോഴും നമ്മൾ ദൈവഭക്തിയിൽ വളരാൻ കഴിയാതെ പോകുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ പലപ്പോഴും ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പള്ളിയിൽ പോയിട്ട് നമുക്ക് രോഗം മാറണമെന്ന് പ്രാർത്ഥിക്കും, കടബാധ്യത മാറണമെന്ന് പ്രാർത്ഥിക്കും, നല്ല ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിക്കും, കുടുംബത്തിൽ സമാധാനം കിട്ടണമെന്ന് പ്രാർത്ഥിക്കും. പക്ഷേ നമ്മൾ പള്ളിയിൽ പോയിട്ട് കർത്താവേ, എൻ്റെ കുറവുകളെ എടുത്തു മാറ്റി തരണമേ, പാപങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സമയമില്ല.
പാപങ്ങളിൽ നിന്ന് മോചനം നേടാനായിട്ടുള്ള പ്രാർത്ഥിക്കാനായിട്ടാണ് ഞാൻ പള്ളിയിൽ പോകുന്നതെന്നുള്ള ചിന്തയോടെ നീ പള്ളിയിൽ പോയാൽ നിൻ്റെ ഭക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും. ദൈവഭക്തിയിൽ നീ വളരും, ദൈവവിശ്വാസത്തിൽ ആഴപ്പെടും. പള്ളിയിൽ പോയി സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാൻ, നിത്യതയിൽ എത്തിച്ചേരുവാൻ, ദൈവമേ നിത്യജീവൻ്റെ പാതയിലൂടെ എന്നെ ചരിക്കണമേ എന്ന് നീ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ നീ ഭക്തിയിൽ വളരും, വിശ്വാസത്തിൽ ആഴപ്പെടും. അവിടെ പ്രശ്നങ്ങളുടെ നടുവിൽ നിൻ്റെ ദൈവഭക്തി നഷ്ടപ്പെടുകയില്ല. സുഭാഷിതങ്ങളുടെ പുസ്തകം 15:13 ദൈവഭക്തി ജ്ഞാനത്തിനുള്ള പരിശീലനമാണ്, വിനയം ബഹുമതിയുടെ മുന്നോടിയും. ദൈവഭക്തി ജ്ഞാനത്തിനുള്ള പരിശീലനമാണ്. പ്രിയമുള്ളവരെ, ദൈവം നൽകുന്ന ജ്ഞാനം അത് സ്വന്തമാക്കണമെങ്കിൽ ദൈവഭക്തി കൂടിയേ കഴിയൂ. ദൈവഭക്തി കൂടിയേ കഴിയൂ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 23-17 നിൻ്റെ ഹൃദയം പാപികളെ നോക്കി അസൂയപ്പെടരുത്, എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു വീട്ടിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പോയപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന മകളായിരുന്നു ആ വീട്ടിലെ മകള്. ആ വീട്ടിൻ്റെ അമ്മ, ആ വീട്ടിലെ അമ്മ ഇങ്ങനെ പറഞ്ഞു, അച്ഛാ ഇവൾ നന്നായിട്ട് പ്രാർത്ഥിക്കും, പരീക്ഷയൊക്കെ സമയത്തൊക്കെ ഇങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിക്കും, മുടങ്ങാതെ പള്ളിയിലൊക്കെ പോകുമായിരുന്നു. പക്ഷേ അവൾ ബാംഗ്ലൂരിൽ ഒരു എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി കുറേ ഈശോയോടൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ബാംഗ്ലൂരിൽ ആ എക്സാമിനേഷന് പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവളുടെ കൂട്ടുകാരികൾക്കൊക്കെ നല്ല മാർക്ക് കിട്ടി. പ്രാർത്ഥിക്കാത്ത കൂട്ടുകാരികൾ, തോന്നിയാസം നടന്ന് ജീവിക്കുന്ന കൂട്ടുകാരികൾ, അവർക്ക് നല്ല മാർക്ക് കിട്ടിയപ്പോൾ ഇവളുടെ ജീവിതത്തിൽ ഇവൾക്ക് വല്ലാത്തൊരു നിരാശ. ഇവൾ പറഞ്ഞു, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് എനിക്കെന്താണ് ആ വിജയം കിട്ടാത്തത്? എൻ്റെ കൂട്ടുകാരികളൊക്കെ പ്രാർത്ഥിക്കാതിരുന്നിട്ട് അവർക്ക് കിട്ടിയല്ലോ. അവൾ പിന്നെ പ്രാർത്ഥനയോട് വിമുഖത കാണിച്ചു. പിന്നെ അവൾക്ക് പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ അവൾക്ക് പള്ളിയിൽ പോകാൻ ഇഷ്ടമില്ല. കുടുംബ പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ അവൾ വരാത്ത ഒരവസ്ഥയായി. പ്രിയമുള്ളവരെ, ഈ വചനം അങ്ങനെയുള്ള മനോഭാവങ്ങളിൽ അടിമപ്പെട്ടിട്ടുള്ളവർ സൂക്ഷിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് ദൈവം തരികയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 23:17 നിൻ്റെ ഹൃദയം പാപികളെ നോക്കി അസൂയപ്പെടരുത്. ഈ മകൾ ചെയ്യേണ്ട അതാ. കാരണം പാപിയെ നോക്കി നീ അസൂയപ്പെടേണ്ട ആവശ്യമില്ല. അവർക്ക് കുറേ നേട്ടങ്ങൾ കിട്ടി, പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് നീ അസൂയപ്പെട്ട് കഴിഞ്ഞാൽ നീ ദൈവഭക്തിയിൽ നിന്ന് വീഴാൻ സാധ്യതയുണ്ട്. എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. വചനം പറയുക, എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. വിജയത്തിൻ്റെ നാളുകളിൽ മാത്രമല്ല ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കേണ്ടത്, പരാജയത്തിൻ്റെ നാളിലും നീ ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കണം. ആരോഗ്യത്തിൻ്റെ നാളിൽ, ആരോഗ്യമുള്ളപ്പോൾ മാത്രമല്ല ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കേണ്ടത്, ആരോഗ്യം നഷ്ടപ്പെടുന്ന കാലഘട്ടത്തിലും നീ ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കണം. സമ്പത്ത് നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ മാത്രമല്ല ദൈവഭക്തിയിൽ നീ ഉറച്ചു നിൽക്കേണ്ടത്, സമ്പത്ത് നഷ്ടപ്പെട്ട് ദരിദ്രനായി നീ മാറുമ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കണം. കാരണം അതാണ് ജീവനിലേക്ക് നയിക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 31-30 സൗകുമാര്യം വഞ്ചന നിറഞ്ഞതും സൗന്ദര്യം വ്യർത്ഥവുമാണ്, എന്നാൽ ദൈവഭക്തിയുള്ള സ്ത്രീ പ്രശംസ അർഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയുടെ മഹത്വം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് എത്രമാത്രം ദൈവഭക്തി ഉണ്ടെന്നാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. ഒരു കുടുംബജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഒരു ജീവിത പങ്കാളിയെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ആദ്യം അന്വേഷിക്കേണ്ടത് ആ കുഞ്ഞിന് അല്ലെങ്കിൽ ആ യുവതിക്ക്, ആ യുവാവിന് എത്രമാത്രം ദൈവഭക്തി ഉണ്ടെന്നാണ് അന്വേഷിക്കേണ്ടത്. അതല്ലാതെ അവൻ്റെ പഠിപ്പും അവൻ്റെ നേട്ടവും അവൻ്റെ സമ്പത്തും അവൻ്റെ സൗന്ദര്യവുമല്ല. ഇന്ന് അതുകൊണ്ടാണ് കുടുംബങ്ങളിലെ തകർച്ചകൾ. ദൈവഭക്തിയെ വളരെ ഗൗരവമായി എടുക്കാതെ, അതിനെ വിലയുള്ളതായി കരുതാതെ, ആ ദൈവഭക്തിയെ ചെറുതായി കണ്ടുകൊണ്ട് പണവും അധികാരവും സൗന്ദര്യവുമാണ് വലുതെന്നുള്ള മനോഭാവത്തോടെ നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ രൂപപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ തകർച്ചകളുണ്ടാകും. ഇന്ന് സൗന്ദര്യമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാ വിദ്യാഭ്യാസമുള്ള മക്കളെയൊക്കെ തേടി പിടിച്ച് കുടുംബത്തിൽ ഒരു കുടുംബജീവിതം ആരംഭിക്കാൻ തുടങ്ങുന്നു. വർഷങ്ങൾ തികയുന്നതിന് മുമ്പ് തന്നെ ഡിവോഴ്സിൻ്റെ പിന്നാലെ ഓടുകയാണ്. കാരണം എന്താണ്? ഇവർക്ക് ദൈവഭക്തിയിൽ താല്പര്യമില്ല. ദൈവഭക്തിയില്ലാത്ത മക്കളെ തേടി പിടിച്ചിട്ട് കാര്യമില്ല. മാതാപിതാക്കൾ വളരെ ഗൗരവമായിട്ട് ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങളുടെ മക്കൾക്ക് അനുഗ്രഹം ലഭിക്കണമെങ്കിൽ, നിങ്ങളുടെ മക്കളുടെ കുടുംബജീവിതം അനുഗ്രഹമാകണമെങ്കിൽ, അവരുടെ ആയുസ്സും അവരുടെ ജീവിതവും ദൈവാനുഗ്രഹമുള്ളതായി മാറണമെങ്കിൽ നിങ്ങൾ മക്കളെ തിരയുമ്പോൾ, പങ്കാളികളെ തിരയുമ്പോൾ ദൈവഭക്തിയുള്ളവരാണോ എന്ന് അന്വേഷിക്കണം. ദൈവഭക്തിയുള്ള കുടുംബങ്ങളിൽ നിന്ന് മക്കളെ തേടണം. അതാണ് അനുഗ്രഹമായിട്ട് മാറുന്നത്. അതല്ലാതെ സമ്പത്ത് നോക്കി, അധികാരം നോക്കി, പ്രശസ്തി നോക്കി, അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുമ്പിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണെന്നുള്ള ചിന്തയോടെ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ലക്ഷ്യം വെച്ച് നമ്മൾ അവരെ അംഗീകരിച്ചു കഴിഞ്ഞാൽ, അതിനെ തേടിയാൽ നമ്മുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടാവും. പിശാച് നമ്മുടെ കുടുംബങ്ങളെ തകർക്കും.
ഇന്ന് കുടുംബങ്ങൾ തകരാനായിട്ടുള്ള ഒരു കാരണം എന്താ? ദൈവഭക്തിയോട് മക്കൾ വില കൽപ്പിക്കുന്നില്ല. മാതാപിതാക്കൾ ദൈവഭക്തിയോട് വില കൽപ്പിക്കുന്നില്ല. നമ്മുടെ മക്കൾ ദൈവഭക്തിയിൽ വളരുമ്പോൾ മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കണം. അതല്ലാതെ അല്പമൊന്ന് പ്രാർത്ഥന കൂടുമ്പോൾ നീ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, നീ അവളെപ്പോലെ കൂടുതൽ നന്നായിട്ട് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആ ദൈവഭക്തിയെ ചെറുതായി കണ്ടുകൊണ്ട് മാതാപിതാക്കൾ കളിയാക്കുമ്പോൾ ഓർത്തുകൊള്ളണം, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തെ തകർക്കുകയാണ്. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, ദൈവഭക്തിയിൽ വളരാൻ മക്കളെ പഠിപ്പിക്കണം. അതല്ലാതെ എൻട്രൻസ് പാസ്സാകാനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി നിർബന്ധവും വാശിയും പിടിച്ചിട്ട് ദൈവഭക്തിയോട് വാശിയില്ലാത്ത ജീവിതം നയിച്ചാൽ മക്കളുടെ ജീവിതം തകർന്നു പോകും. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ലേ? കാരണം പ്രിയമുള്ളവരെ, സൗന്ദര്യമല്ല ദൈവഭക്തിയാണ് ഏറ്റവും വലുത്. ആരോഗ്യമല്ല ദൈവഭക്തിയാണ് ഏറ്റവും വലുത്. പ്രശസ്തിയല്ല ദൈവഭക്തിയാണ് ഏറ്റവും വലുത്. ഈ ലോകത്തിലെ നേട്ടങ്ങളല്ല, ദൈവഭക്തിയാണ് ഏറ്റവും വലുത്. സഭാപ്രസംഗകൻ 8-ാം അധ്യായം 12 പറയുക, 100 തവണ തിന്മ ചെയ്തിട്ടും ദുഷ്ടൻ്റെ ജീവിതം സുദീർഘമാണെങ്കിലും ദൈവഭക്തന് എല്ലാം ശുഭമായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒരുപക്ഷെ തിന്മ ചെയ്യുന്ന വ്യക്തി 100 തവണ തിന്മ ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ചിലപ്പോൾ നേട്ടങ്ങൾ ഇതൊക്കെ കാണും. പക്ഷേ ഓർത്തുകൊള്ളണം, ദൈവഭക്തൻ്റെ ജീവിതം, അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് എല്ലാം ശുഭമായിരിക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം. കാരണം അവൻ്റെ ജീവിതം ശുഭമായ അന്ത്യമായിരിക്കും. അവൻ്റെ അന്ത്യം ശുഭമായിരിക്കും. ദൈവഭക്തി ഇല്ലാത്ത മനുഷ്യൻ്റെ അന്ത്യമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പരാജയമായിരിക്കും. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, മരിക്കുന്നതിന് മുമ്പ് ആരെയും നീ ഭാഗ്യവാനാണെന്ന് പറയരുത്. മരിക്കുന്നതിന് മുമ്പ് നീ ഈ ലോകത്തിലുള്ള ആരെയും ഭാഗ്യവാനാണെന്ന് പറയരുത്. ഒരു മനുഷ്യൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത് അവൻ്റെ മരണത്തിലൂടെയാണ് അത് തിരിച്ചറിയാൻ സാധിക്കുന്നത്. മരിച്ചിട്ടും ഈ ലോകം വിട്ടുപോയിട്ടും അവരുടെ നന്മകൾ ഈ ലോകത്തിന് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുന്നുണ്ടെങ്കിൽ അതാണ് ഭാഗ്യം. ദൈവഭക്തിയുള്ളവരുടെ മരണങ്ങൾ മരിച്ചിട്ടും അവർ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരും. ഇന്ന് വിശുദ്ധരുടെയൊക്കെ ജീവിതം ഇന്ന് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ കാരണം എന്താ? അവരുടെ നാമത്തിൽ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ മാധ്യസ്ഥം വഹിച്ച അനുഗ്രഹങ്ങൾ തരാൻ കാരണം എന്താ? അവരുടെയൊക്കെ ജീവിതം ദൈവഭക്തിയിലായിരുന്നു. അവരുടെയൊക്കെ അന്ത്യം ദൈവഭക്തി ആയതുകൊണ്ട് മരിച്ചിട്ടും ഇന്നും അഴുകാത്ത ജീവിതങ്ങൾ, മരിച്ചിട്ടും ഇന്നും ഓർമ്മകൾ തെളിഞ്ഞു നിൽക്കുന്ന ജീവിതങ്ങൾ, നിൻ്റെ കുടുംബ ബന്ധങ്ങളിൽ ഇന്നും നിനക്ക് നല്ല ഓർമ്മകൾ തരുന്നുണ്ടെങ്കിൽ അവരൊക്കെ ദൈവഭക്തിയിൽ ജീവിച്ച ജീവിതങ്ങളായിരിക്കും. നിൻ്റെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞും മൺമറഞ്ഞു പോയിട്ടും ഇന്നും അവരുടെ ഓർമ്മകൾ നിൻ്റെ ജീവിതത്തിൽ പച്ചയായി നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിത വിശുദ്ധിയും ദൈവഭക്തിയുമാണെന്ന് കണ്ടെത്താനായിട്ട് പറ്റും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം 13, കർത്താവ് അരുൾ ചെയ്യുന്നു, ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അതരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. എൻ്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷിക നിയമങ്ങളാണ്. ഇന്ന് ഈ ചില കുടുംബങ്ങളിലൊക്കെ വല്ലാത്ത വിഷമം തോന്നുന്ന അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, കാറ്റീസത്തിനൊക്കെ പോകും, പക്ഷേ ജീവിതത്തിൽ പരാജയങ്ങൾ ചെന്ന് അവസാനിക്കുന്ന ജീവിതം, പരാജയത്തിൽ അവസാനിക്കുന്ന ജീവിതം. കാരണം എന്താണ്? അവർ യഥാർത്ഥത്തിൽ ഈ വചനം ഒന്ന് ധ്യാനിക്കണം. വളരെ വ്യക്തമായി ഈ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. കാരണം എന്താണ്? അവരുടെയൊക്കെ ഭക്തി എന്ന് പറയുന്നത് വാക്കുകൊണ്ട് മാത്രമാണ്. അധരം കൊണ്ടുള്ള ഭക്തി മാത്രമല്ല, വാക്കുകൾ കൊണ്ട്, അധരങ്ങൾ കൊണ്ടുള്ള ദൈവഭക്തിയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതൊക്കെ വേണം. മറ്റുള്ളവരുടെ മുമ്പിൽ അധരങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കണം, വാക്കുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം, അധരങ്ങൾ കൊണ്ടൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. പക്ഷേ ഇതിനേക്കാൾ ഉപരി ഹൃദയം ദൈവത്തോട് ചേർത്ത് വെച്ചുള്ള ദൈവഭക്തിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹൃദയം ദൈവത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പാലിക്കണം. വചനം കൂടെ ഉള്ളിലുണ്ടായിരിക്കണം. ദൈവത്തോട് ചേർന്ന് നിൽക്കണമെങ്കിൽ ഹൃദയത്തിൽ വചനം ഉണ്ടായിരിക്കണം. അതല്ലാതെ മനഃപ്പാഠമാക്കിയ മാനുഷിക നിയമങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ബലപ്പെടുത്തില്ല. മനഃപ്പാഠമാക്കിയ മാനുഷിക നിയമങ്ങൾ ഇന്ന് കാറ്റീസം ക്ലാസ്സുകളിലൂടെയൊക്കെ പഠിച്ചിട്ട് ദൈവവചനം അറിയാത്തതുകൊണ്ട് ഇന്ന് പരാജയം ഉണ്ടാകുമ്പോൾ ഉടനെ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. കാറ്റീസ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ നല്ല മാർക്ക് വാങ്ങിയ കുട്ടി ഇന്ന് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ വചനമില്ല. ആ വ്യക്തിയുടെ ഭക്തി യഥാർത്ഥ ഭക്തിയായിരുന്നില്ല, ഹൃദയം മറ്റെന്തിലൊക്കെയോ ആയിരുന്നു. പത്രോസ് ശ്ലീഹായുടെ 3-ാം അധ്യായം 15 പറയുകയാണ്, ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. ഇതാണ് യഥാർത്ഥ ഭക്തി. ദൈവഭക്തിയിൽ വളരുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ കർത്താവിനെ
പൂജിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയണം. അല്ലാതെ ഹൃദയം ഈ ലോകത്തിലെ വസ്തുക്കൾക്കും ഈ ലോകത്തിലെ സുഖങ്ങൾക്കും ഈ ലോകത്തിലെ നേട്ടങ്ങൾക്കുമായിട്ട് ഹൃദയം കൊടുത്തിട്ട് നമ്മൾ പള്ളിയിൽ പോവുകയും ആചാരാനുഷ്ഠാനങ്ങളിൽ ചെന്ന് പങ്കെടുക്കുകയും മാത്രം ചെയ്തു കഴിഞ്ഞാൽ അതൊരു ദൈവഭക്തിയായിട്ട് മാറുകയില്ല. ദൈവഭക്തിയായിട്ട് മാറുന്നത് എങ്ങനെയാണ്? ഹൃദയം ക്രിസ്തുവിനായി കൊടുക്കുമ്പോഴാണ് അത് ഭക്തി അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. പത്രോസ്ലിയുടെ 2-ാം ലേഖനം 3-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വചനം ഇതാണ്: കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും, മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും, ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. ഇവയെല്ലാം നശ്വരമാകയാൽ വിശുദ്ധിയോടെ ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം. പ്രിയമുള്ളവരെ, വചനം പഠിപ്പിക്കുക. കാരണം ഇന്നുള്ളതെല്ലാം കത്തിച്ചാമ്പലാവും, ഈ ലോകത്തിലുള്ള സമസ്തവും കത്തിച്ചാമ്പലാവും. അതുകൊണ്ട് വിശുദ്ധിയോടെ ഭക്തിയോടെ ജീവിക്കാനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ദൈവഭക്തി നഷ്ടപ്പെട്ട ഒരു ജീവിതമാണെങ്കിൽ ഈ ലോകത്തിൽ നേടിയ അതൊക്കെ നമുക്ക് കത്തിച്ചാമ്പലായി പോകും, നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ദൈവവചനത്താലും ദൈവഭയത്താലുമുള്ള വിശുദ്ധിയിൽ, ദൈവഭയത്തിലുള്ള വിശുദ്ധിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 16-ഉം 17-ഉം വചനങ്ങൾ: വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. പ്രിയമുള്ള സഹോദര സഹോദരി, നീ ദൈവഭക്തിയിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ ദൈവഭക്തിയുടെ പൂർണ്ണതയിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ വിശുദ്ധ ലിഖിതമെല്ലാം അത് ജീവിതത്തിൽ ചേർത്ത് വയ്ക്കാൻ കഴിയണം. വിശുദ്ധ ലിഖിതങ്ങൾ ധ്യാനിക്കണം, വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കണം. വിശുദ്ധ ലിഖിതങ്ങളും പ്രബോധനങ്ങളും അത് ജീവിതത്തിലെ ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനുമായിട്ടുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് വിശുദ്ധ ലിഖിതങ്ങളെ സ്നേഹിക്കാൻ കഴിയണം. നിൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ വിശുദ്ധ ഗ്രന്ഥമായി മാറിയാൽ, ദൈവവചനമായി മാറിയാൽ, നിൻ്റെ വിശ്വാസവും നിൻ്റെ ഭക്തിയും അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരും. ഈ ദിനത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം: ദൈവമേ, ദൈവഭക്തിയുള്ള ജീവിതങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ളവർ ദൈവഭക്തിയുള്ളവരാക്കണമേ. ഞങ്ങളുടെ ചുറ്റുപാടിലുള്ളവർ ദൈവഭക്തിയിൽ വളരാനായിട്ട് അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിലെ മറ്റൊന്നും നമ്മുടെ നേട്ടങ്ങൾ അനുഗ്രഹങ്ങളായി മാറുകയില്ല. ദൈവഭക്തി ഇല്ലാത്ത ഒരു ജീവിതം നയിച്ചിട്ട് എല്ലാം നേടിയാലും അത് ഈ ഭൂമിയിൽ കത്തിച്ചാമ്പലായി അവശേഷിക്കപ്പെടും. എന്നാൽ ഈ ഭൂമിയിൽ അല്പമാണെങ്കിലും ദൈവഭക്തിയിൽ ജീവിച്ചാൽ നിനക്ക് നിത്യതയോളം വളരാൻ കഴിയും, സ്വർഗത്തോളം നിനക്ക് ഉയരാൻ കഴിയും. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് ദൈവഭക്തിയെ പ്രോത്സാഹിപ്പിക്കുന്നവരാകാം. മറ്റുള്ളവരിൽ ദൈവഭക്തി കാണുമ്പോൾ അവർക്ക് പ്രോത്സാഹനം കൊടുക്കണം. അതല്ലാതെ ഇതൊരു കുറഞ്ഞ സാധനമായിട്ട് കരുതിയിട്ട് അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഒരു എൻജിനീയറിംഗ് സ്റ്റുഡൻറ്റ് പരീക്ഷ പാസ്സായി വരുമ്പോൾ നീ ആ എൻജിനീയറിംഗ് സ്റ്റുഡൻസിന് കൊടുക്കുന്ന പ്രോത്സാഹനം പോലെ അതിനേക്കാൾ കൂടുതൽ പ്രോത്സാഹനം കൊടുക്കണം ദൈവഭക്തിയിൽ നിലനിൽക്കുന്ന വ്യക്തിക്ക്. ദൈവഭക്തിയിൽ നിലനിൽക്കുന്ന വ്യക്തിക്ക് നമുക്കിതെന്താണ്? ദൈവഭക്തി എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണ്, അതൊരു പാഴായ കാര്യമാണ്. ഇതുകൊണ്ടൊരു നേട്ടവും ഇല്ല. നീ പഠിച്ച് വലിയ കാര്യങ്ങൾ ചെയ്താൽ, വലിയ നേട്ടങ്ങൾ കൊയ്താൽ അതാണ് ഏറ്റവും വലിയ നേട്ടമെന്ന് വിചാരിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം പ്രശസ്തി കൊടുക്കുന്ന ഒരു ജീവിതമായി തരം താഴാതെ ദൈവഭക്തിയെ വളരെ വിലയുള്ളതായി കരുതുക. അതിലഭിമാനിക്കുവാനും അതിനെ പ്രശംസിക്കുവാനുമുള്ള ഒരു വ്യക്തിത്വം നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ പെരുമാറ്റത്തിലും സംസാരത്തിലും നിലനിർത്തുക. ഈ ദിനത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ദൈവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണല്ലോ. ദൈവഭക്തിയാണല്ലോ ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കുന്നതും ബലപ്പെടുത്തുന്നതും. ദൈവവചനം ഹൃദയത്തിൽ നിറച്ച് ദൈവഭക്തിയിൽ ജീവിച്ച് സ്വർഗത്തോളം വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.